കേരളത്തിലെ എറണാകുളം എന്ന് പറയുന്ന ഒരു പ്രധാന നഗരത്തിൽ എയ്ഡ്സ് വർദ്ധിക്കുന്നു എന്ന് പറയുന്ന വാർത്ത വളരെ ഞെട്ടലോടെയാണ് നമ്മളെല്ലാവരും കേട്ടത്. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എയ്ഡ്സ് ഒരു മെഡിക്കൽ ഫെയിലിയർ ആയതുകൊണ്ടാണോ, അതോ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സദാചാര ഫെയിലിയർ ആണോ ഇത് സൂചിപ്പിക്കുന്നത്? മെഡിക്കൽ ഫെയിലിയർ ആണോ മോറൽ ഫെയിലിയർ ആണോ എന്നതാണ് ക്വസ്റ്റ്യൻ. മെഡിക്കൽ ഫെയിലിയർ ഉണ്ടല്ലോ, കാരണം എയ്ഡ്സിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ ഒത്തിരി കാലമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മെഡിക്കൽ ഫെയിലിയർ ഉണ്ട് അതിനകത്ത്. മെഡിക്കൽ ഫെയിലിയറിനേക്കാൾ കൂടുതൽ അതൊരു മോറൽ ഫെയിലിയറായി മാറുകയാണ്. കേരളത്തിൻ്റെ സദാചാര സ്വഭാവത്തിൽ വന്നിരിക്കുന്ന വലിയ ഒരു പിളർപ്പെന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. അതുകൊണ്ടാണ് ഇത്രമാത്രം അത് വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഒന്ന്, നമ്മളുടെ നേരത്തെ ഈ ഒരുപാട് ആളുകൾ തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങൾ, അതായത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നില്ല. ശരി, ഏകഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടും അതൊക്കെ സഹിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം മുൻപുണ്ടായിട്ട് അതിൻ്റേതായ ദോഷങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളിൽ ഒന്ന് ഈ പറയുന്ന തരത്തിലുള്ള രോഗങ്ങളുടെ, ലൈംഗിക രോഗങ്ങളുടെ പകർപ്പെന്ന് പറയുന്നത് കുറവായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള രോഗികളുമായിട്ട് ബന്ധപ്പെടുന്ന ലൈംഗികമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രം വന്നിരുന്ന ഒരു രോഗം എന്ന നിലക്കാണ് എയ്ഡ്സ് നമ്മൾ കണക്കാക്കിയിരുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ പോകുന്ന ആളുകൾക്ക് മാത്രമാണ്, ലൈംഗിക അബദ്ധസഞ്ചാരം നടത്തുന്ന ആളുകൾക്ക് മാത്രമാണ് അത് വന്നിരുന്നതെന്നുള്ളതാണ്. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. പലരും ലിവിങ് ടുഗദർ എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ പോകുന്നു. അത് രണ്ടുപേരും തമ്മിൽ കുറച്ചു കാലം ജീവിച്ചതിന് ശേഷം പിന്നീട് വേറെ സ്ഥലങ്ങൾ, അങ്ങനെ പലരും ഒക്കെ ആയിട്ട് പോകുന്നു. അതിൽ അങ്ങനെ അവർ ബന്ധപ്പെടുന്ന ആളുകളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത്തരത്തിലുള്ള രോഗമുണ്ടെങ്കിൽ അത് പകരാനുള്ള സാധ്യതകൾ എന്ത് ചെയ്യുന്നു, കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറേ ചെറിയ മേഖലകളിലൊക്കെ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം ഉണ്ട് എന്നുള്ളതാണ്. ആ കുത്തഴിഞ്ഞ ലൈംഗികതയാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. അതിൻ്റെ കണക്ക് കണ്ടാൽ എനിക്ക് തോന്നുന്നു സാധ്യതയുണ്ട്. വീണ ജോർജ് ആരോഗ്യ മന്ത്രി തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. കേരളത്തിൽ എയ്ഡ്സ് വർദ്ധിക്കുകയാണ്, അതൊരു വാസ്തവമാണ്. ദേശീയ യുവജന ദിനം, ആ ദിനത്തോടനുബന്ധിച്ചാണ് അവർ ഈ കാര്യം പറഞ്ഞത്. 15 തൊട്ടിട്ട് 24 വയസ്സുള്ളവർക്കിടയിലാണ് ഇത് വ്യാപകമാവുന്നത്. 2022 9% കേരളത്തിലെ കണക്ക്, HIV കണക്കെങ്കിൽ 2024 ആകുമ്പോൾ അത് 14.2% ആവും. അത് വലിയ വർധനമാണ്. കാരണം എന്ന് വെച്ചാൽ 9% നിന്ന് 14.5 മാറി. പിന്നെയും മാറ്റം ഉണ്ടല്ലോ. 2025 വരുമ്പോൾ അത് 15.4 ആകും. അപ്പം ഇങ്ങനെയാണ് അത് പോകുന്നതെങ്കിൽ വളരെ വ്യാപകമായിട്ടുള്ള ഒരു ഗുരുതരാവസ്ഥ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായിത്തീരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള. കുറച്ചു കാലമായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ആളുകൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. ചർച്ചകളൊക്കെ വേറെ മേഖലകളിലൊക്കെ തിരിഞ്ഞു പോകുന്നു. ഒരിടക്ക് എയ്ഡ്സിനെതിരെ അതിശക്തമായിട്ടുള്ളൊരു പ്രതിരോധം തീർക്കാനായിട്ട് കേരളത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നല്ല രീതിയിൽ കുറഞ്ഞിരുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു അതിലാരും ശ്രദ്ധിക്കാതെ പോവുകയും അങ്ങനെ ഈ ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് കുത്തഴിഞ്ഞതായി മാറിത്തീരുന്ന ഇടങ്ങളെങ്കിലും, വ്യാപകമായി എന്ന് പറയുന്നതിനേക്കാൾ ചില പോക്കറ്റുകൾ, ഈ പെരുമ്പാവൂരൊക്കെ ഇത് വളരെ കൂടുതലാണ്. പെരുമ്പാവൂരില് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ പ്രദേശത്തോ നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയ പോലത്തെ അനുഭൂതിയാണ്. കാരണം ഈ അതിഥി തൊഴിലാളികൾക്ക് മാത്രമായിട്ട് സിനിമാ തിയേറ്ററിൽ സിനിമകൾ പോലും അവതരിപ്പിക്കുന്ന അവസ്ഥ, ഒരു പർട്ടിക്കുലർ ടൈം ആവുമ്പം അവിടെ അവർ മാത്രം കൂടുന്ന ഒരു സംഭവം. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളൊക്കെ കേരളത്തിലെ റെഡ് സ്ട്രീറ്റ്, കാമാത്തിപ്പുര അല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റ് ഏരിയകളായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ആരോഗ്യ വകുപ്പ് തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് 15ഓളം ആളുകൾക്കാണ് ഈ പെരുമ്പാവൂരിൽ എയ്ഡ്സ് രോഗമുള്ളത്. അതിൽ മലയാളികളുണ്ട്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കമുള്ളവരുണ്ട്. അല്ലേ, അത് വളരെ ഗുരുതരമാണ്. സമൂഹം, നമ്മളിപ്പോൾ രാഷ്ട്രീയം മറ്റ് കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ടൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കാറുണ്ടെങ്കിലും ഇത്തരം വിഷയങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുള്ളൂ. പലപ്പോഴും ഇത്
ഇത് അതിഥി തൊഴിലാളികളുടെ ഒരു വിഷയം മാത്രമായിട്ട്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആളുകളുടെ മാത്രം പ്രശ്നമായിട്ട് കണക്കാക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഇത് നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ ഈ അതിഥി തൊഴിലാളികളും നമ്മളുടെ സമൂഹവും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടരാനും വികസിക്കാനും അത് ഏറ്റവും വലിയ ഒരു ജീർണതയിലേക്ക്, നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണ്, അത് മെഡിക്കൽ ഫെയിലിയർ ആണോ മൊറൽ ഫെയിലിയർ ആണെന്ന്, ഇത് രണ്ടുമുണ്ട്. ആ രണ്ടും കൂടി നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയെ തന്നെ തകർക്കും. യഥാർത്ഥത്തിൽ സദാചാര, അതായത് മോറൽ ഫെയിലിയർ ആണ് നമുക്ക് പല രോഗങ്ങളും കൊണ്ടുതരും. സത്യമല്ലേ? പ്രത്യേകിച്ച് ലൈംഗിക രോഗങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് മോറൽ ഫെയിലിയർ തന്നെയാണ്. അത് അതിന് ചെറുതായി കാണരുത്. ചെറുതായി കാണുന്നത് വളരെ അപകടമാണ് എന്നുള്ളതാണ്. അപ്പോൾ പരസ്പരം പലരുമായിട്ട് ഇടപഴകുന്നതായിട്ടുള്ള ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും പ്രത്യേകം ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അവിടെയൊക്കെ ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണല്ലോ. ഇങ്ങനെ ലൈംഗികമായി പോലും നിങ്ങൾ പലരുമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ തന്നെ ആ ഇടപെടലിന് ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസൊക്കെ എടുത്ത് ഈ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളോടുകൂടി അതൊക്കെ നിർവഹിച്ചാൽ രോഗത്തിൻ്റെ പടർച്ച കുറക്കാനായിട്ട് കഴിയും. പക്ഷെ നമ്മൾ ആ മോറൽ ഫെയിലിയർ എന്ന് പറയുന്നത് മാറ്റണമെങ്കിൽ നമ്മളുടെ സമൂഹത്തിൻ്റെ മൊറാലിറ്റി അതിശക്തമായിട്ടുള്ള രീതിയിൽ നിലനിർത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവ് നമുക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അത് പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കിസ് ഓഫ് ലവ്, ചുംബന സമരം, ചുംബനത്തിന്റെ പേരിൽ ഒരു സമരം നടത്തിയിട്ടുള്ള നാടാണ് കേരളം. അതിനെ ഇപ്പം ഇതുമായിട്ട് കൂട്ടിയിണക്കുന്നുണ്ട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ. അതായത് ഒരു ചുംബനത്തിലൂടെ, ഇതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്, ഒരു ചുംബനത്തിലൂടെ, നമുക്കറിയാത്ത ആളുകളുമായിട്ടുള്ള ചുംബനത്തിലൂടെ പല രോഗങ്ങളും ട്രാൻസ്ഫർ ആവാം. തീർച്ചയായിട്ടും അത് നമ്മൾ എന്താണ്, ഒന്ന് വൈകാരിക തലത്തിലാണ് നമ്മളതിനെ കാണും, രണ്ടാമത് ആരോഗ്യപരമായിട്ടുള്ള രീതിയിലാണ്. ആരോഗ്യതലത്തിൽ പരിശോധിക്കുന്ന സമയത്ത് അത് അപകടകരമാണ്, തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. വൈകാരിക തലത്തിൽ അതൊരു വൈകാരിക പ്രശ്നം മാത്രമാണ്. വൈകാരിക പ്രശ്നങ്ങളെ, എല്ലാ പ്രശ്നങ്ങളും ഒറ്റപ്പെട്ട് എടുക്കാൻ പറ്റില്ല. വൈകാരിക പ്രശ്നങ്ങൾ എടുക്കുന്ന സമയത്തൊപ്പം തന്നെ അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അങ്ങനെ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ളൊരു സമൂഹത്തെ കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റും. പക്ഷെ അതിൽ പറയുന്നത് നമ്മൾ ഈ വിപ്ലവത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ പ്രോഗ്രസീവ്നെസിന്റെ പുറത്ത് പലപ്പോഴും ഈ സദാചാര മൂല്യങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നു. അതുമൂലം നമുക്ക് പല രോഗങ്ങളും വരുന്നു എന്നുള്ളതാണ്. അതെ, നമ്മൾ രോഗത്തിൻ്റെ തലത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഹെൽത്ത് കോൺഷ്യൻസ്, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യൻസ് ആവുക, നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവബോധമുള്ള വ്യക്തിയായിട്ട് മാറിത്തീരുക. അപ്പം നമ്മൾ നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ആ ഒരു അകലം നമ്മൾ കൃത്യമായിട്ട് പാലിക്കാനായിട്ട് ബാധ്യസ്ഥരായിത്തീരും. നമ്മുടെ ശുചിത്വം, മറ്റ് പല കാര്യങ്ങളും നമ്മൾ ഇടപെടുമ്പോൾ എടുക്കേണ്ടതായിട്ടുള്ള മുൻകരുതൽ, അതൊക്കെ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വരും. അപ്പോൾ അവിടെ നിങ്ങൾ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഹെൽത്ത് കോൺഷ്യൻസ് എന്ന് പറയുന്നതിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ വരെ നിങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പലരും ഈ എയ്ഡ്സ് പോലെയുള്ള മാരകമായ രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോലും വിമുഖത കാണിക്കുന്നവരാണ്. വിമുഖത കൊണ്ട് കാര്യമില്ല. ആ വിഷയങ്ങൾ സംസാരിക്കേണ്ടതാണ് സംസാരിക്കണം, അതിൻ്റെ പ്രശ്നങ്ങൾ സംസാരിക്കേണ്ടതാണെന്ന് വെച്ചാൽ അത് ചർച്ച ചെയ്യണം. അങ്ങനെ ഒരു വിഷയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാത്രമാണ് ആ വിഷയത്തിലൂടെ രൂപപ്പെടുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയുള്ളൂ. അകന്നു നിന്നുകൊണ്ട് കാര്യമില്ല. കമ്മ്യൂണിക്കേറ്റ്. ഈ കാമം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇപ്പം ലൈംഗിക അരാജകത്വത്തിലേക്ക് കേരളം മാറുകയാണ്. അല്ലെങ്കിൽ കേരളത്തിന് ഇപ്പോൾ പൊതുവെ പറയുന്ന എല്ലാ ചർച്ചയിലും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, നമുക്കുള്ളത് ഒരു ലൈംഗിക ദാരിദ്ര്യമാണ്. ലൈംഗിക ദാരിദ്ര്യം, ലൈംഗിക സദാചാര കാപട്യം എന്നൊക്കെ പല വിഷയങ്ങളും പല രീതിയിലൊക്കെ പറഞ്ഞു വെക്കാറുണ്ട്. പക്ഷേ അതൊക്കെ പറച്ചിലുകൾ മാത്രമല്ലേ. യഥാർത്ഥത്തിലുള്ള വിഷയം എന്താണ് എന്ന് കൃത്യമായിട്ട് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ഇപ്പം ഈ വിഷയത്തെ നമുക്ക് ഇപ്പോൾ സ്പായുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇപ്പം വി രാജേഷ് തിരുവനന്തപുരത്ത് ക്രോസ് മസാജിങ് അനുവദിക്കില്ല, അത്തരം സ്പാകളെ മറ്റു വലിയ വിഷയമായിട്ടുണ്ട്, പൂട്ടിക്കെന്ന് പറയുന്നത്. ഇപ്പം എറണാകുളം, ഇപ്പം തിരുവല്ലയിൽ ഒരു സ്പായിൽ ഗുണ്ടാപ്പിരിവിന് വന്ന ഒരു സംഘം, ആ സ്ത്രീ, അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ അതിന് അനുവദിക്കുന്നില്ല, അവരെ ക്രൂരമായിട്ട് കൂട്ടബലാത്സംഗം ചെയ്യുന്നു. അവരിൽ കുറച്ച് പേരൊക്കെ ഇപ്പം പിടിയിലായി. അപ്പോൾ കേരളത്തിൽ സ്പാകൾ അല്ലെങ്കിൽ വ്യഭിചാരശാലകൾ സർക്കാർ നിയന്ത്രണത്തിൽ നിയമപരമായിട്ട് കൊണ്ടുവരേണ്ടതാണ് എന്നുള്ള രീതിയിൽ ചർച്ച മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഒഴിവാക്കിക്കൂടെ?
ഈ എയ്ഡ്സ് പറയുന്ന റെഡ് സ്ട്രീറ്റുകളെ ഒഴിവാക്കാം. അല്ല, ഇതിൽ നമ്മളത് സർക്കാർ ഉടമസ്ഥയിൽ കൊണ്ടുവരണോ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് പകരം അതിലേറ്റവും ആരോഗ്യകരമായിട്ടുള്ളതും സ്വീകാര്യമായിട്ടുള്ള വഴി എന്താണ് എന്ന് പരിശോധിച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പല സ്ഥലത്തും റെഡ് സ്ട്രീറ്റുകളൊക്കെ ഉണ്ടല്ലോ. അത് പക്ഷേ കേരളത്തിൽ വേണോ എന്നുള്ളത് കേരളമാണ് ചർച്ച ചെയ്യേണ്ടത്. കേരളത്തിൻ്റെ ലൈംഗികത എന്ന് പറയുന്നത് ഈ വളരെ അടഞ്ഞതായി കിടക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് കൂടിയാണ് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്, പ്രവൃത്തികളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഓപ്പണായിട്ട് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് കേരളത്തിന് വേണ്ടത് എന്ന് തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യാം. അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എയ്ഡ്സ് പോലെയുള്ള മാരകമായ രോഗങ്ങളുടെ വളർച്ച അത് നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെ തന്നെ സമ്പൂർണ്ണമായിട്ട് തകർക്കുന്നതായിരിക്കും. അതിൽ മുൻകരുതൽ വേണം, അതിൽ ജാഗ്രതയുള്ള ഇടപെടലുകൾ വേണം, അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല.